അടുത്തത് കാണിക്കുന്നത് 1977 ചിക്കാഗോ. ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ആ സമയത്ത് സീരിയൽ കില്ലിങ്സ് നടത്തിയിരുന്ന ഒരു സൈക്കോയെയാണ്. ഇയാളും ഡാമറിനെയൊക്കെ പോലെ തന്നെയായിരുന്നു. വിക്ടിംസിനെ വീട്ടിൽ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് കൊല്ലും. ജോൺ വെയിൻ ഗേസി എന്നാണ് ഈ സൈക്കോയുടെ പേര്. ഇവൻ ഏകദേശം 33 പയ്യന്മാരെയാണ് കൊന്നത്. ഇയാൾ 1980-ൽ അറസ്റ്റിലാവും. ഡാമർ അവന്റെ കില്ലിങ്സ് ഒക്കെ തുടങ്ങിയ സമയത്താണ് ജോൺ വെയിൻ പിടിക്കപ്പെടുന്നത്. അങ്ങനെ ജോൺ വെയിൻ അറസ്റ്റിലായി ഏകദേശം 14 വർഷം കഴിഞ്ഞ് ലീത്തൽ ഇഞ്ചക്ഷൻ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ വിധിക്കപ്പെടും. ഡാമർ ആണെങ്കിൽ ആ സമയം ജയിലിലെ ഇൻമേറ്റ്സിന് ഒരു തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇതെല്ലാം സ്കാർവർ എന്ന് പറയുന്ന ഒരു ഇൻമേറ്റ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയും തെറ്റ് ചെയ്താണ് വന്നതെങ്കിലും ജയിലിൽ വന്ന് പുള്ളിയുടെ സ്കിറ്റ്സോഫ്രീനിയയ്ക്ക് ട്രീറ്റ്മെന്റും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ക്ലീൻ ആയതാണ്. അതുകൊണ്ട് തന്നെ ഡാമറിന്റെ ഈ ശല്യം അയാൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. സ്കാർവർ ഡാമർ എന്ത് കുറ്റത്തിനാണ് ജയിലിലായത് എന്നതിനെ കുറിച്ച് ന്യൂസ് പേപ്പറിലൊക്കെ കണ്ട് മനസ്സിലാക്കും. അതോടെ സ്കാർവറിന് ഡാമറിനോടുള്ള വെറുപ്പ് കൂടും. ഡാമർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സ്കിറ്റ്സോഫ്രീനിക് ആയിട്ടുള്ള സ്കാർവർ വീണ്ടും മെന്റലി അൺസ്റ്റേബിൾ ആകും.